ഒട്ടകം, പശു, നെയ്യാട്, കോലാട് ഈ ഇനങ്ങളിലാണ് ഉളുഹിയത്ത് നടക്കുന്നത്. ഒട്ടകമാണെങ്കിൽ അതിന് 5 വയസ്സ് പൂർത്തിയാവണം, 6-ാം വയസ്സിലേക്ക് കടക്കണം. പശു ആണെങ്കിൽ അതിന് 2 വയസ്സ് പൂർത്തിയാവണം. നെയ്യാടാണെങ്കിൽ 1 വയസ്സ് പൂർത്തിയാവുകയോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് അതിൻ്റെ പല്ല് കൊഴിയുകയോ ചെയ്യുക. അത് അതിൻ്റെ ഒരു സ്പെഷ്യൽ കാര്യമാണ്. കോലാട്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന കോലാട്, അതാണെങ്കിൽ അതിനും 2 വയസ്സ് പൂർത്തിയാവണം. അതുപോലെ തന്നെയാണ് അക്കീക്കത്തിനും അങ്ങനെ തന്നെയാണ്, ഈ പറഞ്ഞ രൂപത്തിൽ തന്നെയാണ്. അറവിന് ആണും പെണ്ണും പറ്റും. നമ്മൾ ആണ്, മൂരി, അതുപോലെ തന്നെ പശു, പയ്യ് എന്നൊക്കെ പറയല്ലോ, അതൊക്കെ പറ്റും. പക്ഷേ ആണിനും പെണ്ണിനും നോക്കുമ്പോൾ ആണാണ് ഏറ്റവും നല്ലത്. കളറിൽ താഴ്ന്ന കളറാണ് ആണാണ്. പെണ്ണ് ആയ പശു മുന്തിയ കളറാണ് പക്ഷെ പെണ്ണാണ്. അങ്ങനെ വന്നാലും അവിടെ ആണ് തന്നെയാണ് ഉത്തമം. പിന്നെ ആണും പെണ്ണും തമ്മിലൊരു മാറ്റം വരെ എപ്പോഴാണെന്ന് വെച്ചാൽ, ആണ് കൂറ്റം മതിക്കൽ വളരെ അധികരിച്ച് അത് ഒരു അതിൻ്റെ ഒരു ആരോഗ്യമൊക്കെ കുറച്ച് കുറഞ്ഞ ഒരു ഐറ്റവും, പെണ്ണായ മൃഗം പ്രസവിച്ച് ഇട്ടൊന്നുമില്ലാത്ത രൂപത്തിൽ നല്ല മിടുക്കൻ പെണ്ണുമാണ്. അങ്ങനെ വരുമ്പോൾ പെണ്ണാണ് ഏറ്റവും നല്ലത് എന്നർത്ഥം. ഇതൊക്കെ കൂടുതൽ സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. ഇനി ആണും പെണ്ണും അല്ലാത്ത ജാതി മൃഗം ഇവകളിലും ഉണ്ടാവും. അതായത് ആട്, പശു, ഒട്ടകം ഇതിലൊക്കെ അങ്ങനെ ഉണ്ടാവും. അത് അങ്ങനെ വരുമ്പോൾ അവിടെ ആണാണ് ഏറ്റവും ഉത്തമം. എന്നാൽ അതായത് ആണും പെണ്ണും കെട്ടതല്ലാത്തത് വരുമ്പോൾ ആണാണ് ഏറ്റവും ഉത്തമം. ഇനി പെണ്ണു മൃഗവും ആണും പെണ്ണും അല്ലാത്തത് വരുമ്പോൾ പെണ്ണു മൃഗമാണ് ഏറ്റവും ഉത്തമം എന്നർത്ഥം. പിന്നെ അതേമാതിരി ഉടച്ച ജാതികൾ അതും പറ്റും. ഹസിയ് എന്ന അറബി പറയും. മണി ഉടച്ച വിഭാഗം അതും പറ്റും. കാരണം ഈ മണി എന്നുള്ളത് അത് തിന്നാൻ വേണ്ടി കരുതപ്പെടുന്ന സാധനമല്ല. ചില പണ്ഡിതന്മാർ ആ ഉടച്ച മണി അല്ലെങ്കിൽ ഉടക്കാത്താണെങ്കിൽ ഉടച്ചാണെങ്കിലും കറുത്തതിന് ശേഷം തിന്നൽ ഹറാമാണ് എന്ന് പറഞ്ഞവർ പോലും പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുണ്ട്. അല്ലാന്ന് പറഞ്ഞവരും ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ അത് തിന്നാൻ വേണ്ടി കണക്കിൽ വെക്കപ്പെടുന്ന ഒരു സാധനമല്ല ജീവിയുടേത്. അതുകൊണ്ട് അത് ഉടച്ചതാണെങ്കിലും അത് ഉലുഹിയത്തിന് തടസ്സമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.